എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കപ്പക്ക കൊണ്ടൊരു വറവാണ് ആക്കുന്നത്. കപ്പക്ക കൊണ്ടാക്കുന്ന ഈ വറവ് ക്യാബേജ് വറവിൻ്റെ ടേസ്റ്റിലാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വലിയ കപ്പയ്ക്കാണ്, ഇതിൻ്റെ പകുതി ഭാഗം മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പം അതൊന്ന് വൃത്തിയാക്കിയതിന് ശേഷം ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഗ്രേറ്റ് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്താൽ മാത്രമേ ക്യാബേജ് വറവിൻ്റെ ടേസ്റ്റിൽ കിട്ടത്തുള്ളൂ. ഇതിലേക്കായി ഒരു ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, 2 പച്ചമുളകും കുറച്ച് വെളുത്തുള്ളിയുടെ അല്ലിയും എടുത്തു വെച്ചിട്ടുണ്ട്, കുറച്ച് തേങ്ങയും ഇതിലേക്ക് ചേർക്കാനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. തോരനാക്കാൻ ആവശ്യത്തിനുള്ള പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് കടുക് പൊട്ടി വന്നിട്ടുണ്ട്. വെളുത്തുള്ളിയുടെ അല്ലിയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇതെല്ലാം കൂടി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഉള്ളിയുടെ കളറിലൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച കപ്പക്ക ചേർത്ത് കൊടുക്കാം. എൻ്റെ ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതിൻ്റെ കൂടെ തന്നെ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. കുറച്ച് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം വേകാൻ വേണ്ടിയിട്ട് ഒന്ന് പൊത്തി വെക്കാം. ലോ ഫ്ലെയിമിലാണ് ആക്കി കൊടുക്കേണ്ടത്. ഇടയ്ക്കൊന്നിത് ഇളക്കി കൊടുക്കാം. അത്രയും സമയം വേണ്ടൂ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഒരുപാട് പോഷക ഗുണമുള്ളൊരു കപ്പക്ക. അപ്പോൾ കപ്പക്ക വറവ് കൂട്ടാത്തവരാണെങ്കിൽ ഈ രീതിയിലൊന്ന് വെച്ച് നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല. കപ്പക്ക വറവ് ഏകദേശം ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പം നല്ല മണമാണ് വരുന്നത്, ക്യാബേജ് വറവിൻ്റെ സ്മെല്ലാണ് വരുന്നത്. അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ക്യാബേജ് വറവിൻ്റെ അതേ ടേസ്റ്റിലാണ് ഈ കപ്പക്ക വറവ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ. താങ്ക്